ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കേക്ക് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേറെ ഏത് ചാനലിൽ നോക്കിയാലും കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് 2024 ഇനി ഫേമസ് ആവാൻ പോകുന്ന കേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പേര് ആൾ ഇൻ വണ്ടർ കേക്ക് എന്നാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു ഡ്രീം കേക്ക് ഒക്കെ ഇല്ലേ, ആ ഒരു ഡ്രീം കേക്കിൻ്റെ ഗണത്തിൽ പെടുന്ന ഒരു കേക്കാണ്. ആളിന്ന് അതിൻ്റെ പേരിൻ്റെ പോലെ തന്നെ ആൾ ഇൻ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കേക്കാണത്. അപ്പോൾ ഈ ഒരു വണ്ടർ കേക്ക് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ഒരു അരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/3 കപ്പില്ലേ, അതിൽ ഒരു കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി പിന്നെ അല്ലെങ്കിൽ മൈദപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ പിന്നെ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്ക് മിക്സ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം വേറൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ നല്ലോണം ഒന്ന് ബീറ്റ് എടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞ് വരുന്നത് വരെ ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നല്ലോണം സ്പീഡ് കൂട്ടിയിട്ട് നല്ലൊരു വൈറ്റ് കളറാവുന്നൊരു ലൈറ്റ് യെല്ലോ കളറാവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മുട്ടൊക്കെ നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ലൈറ്റ് യെല്ലോ കളറായിട്ട് നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സില്ലേ, കേക്ക് ഫ്ലോർ, അത് ഇതിലേക്ക് കുറച്ചായി ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫുൾ പൗഡർ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കരുത്. കുറച്ചായിട്ട് ഒരു 3-4 ട്രിപ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലോണം മിക്സായി വന്നതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, നല്ലോണം ബീറ്റ് ചെയ്യണ്ട. അപ്പോൾ ഈ പതിഞ്ഞ് വന്നതൊക്കെ ഒന്ന് താന്നു പോവും. നല്ലോണം ബീറ്റ് ചെയ്തെടുത്താൽ ഓയിൽ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ടിന്നിലേക്ക് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ ഇത് കേക്ക് സെറ്റാക്കാനുള്ള ഓവൻ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് നേരം വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ആയിക്കിട്ടും. അപ്പോൾ അതാ ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തണുത്തോട്ട് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ബട്ടർ കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ആ ബട്ടറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കുറുക്കി. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പുഡിങ് ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കേക്കിൻ്റെ ട്രേ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാലിൻ്റെ മിക്സില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ പുഡിങ്ങില്ലേ, ആ ഒരു പുഡിങ് ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടാറണം എന്നൊന്നുമില്ല, അതിൻ്റെ മുന്നേ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും പരത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ലെവലാക്കി കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പായ ഗണാഷ് ചെയ്തെടുക്കുക. അതിനിപ്പോൾ അതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 50 ഗ്രാമാണ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ അത് നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. കുറുകി വരുമ്പം അടിയിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താലാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അടിയിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ അത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു പ്രശ്നവുമില്ല. അതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം ട്രേ ഒന്ന് ചെരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളിലിപ്പം പഞ്ചസാര ഉള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിലേക്ക് പഞ്ചസാരൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ബദാമിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3-4 ഡ്രോപ്സ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പിസ്ത എസൻസ് ആയാലും കുഴപ്പമില്ല, ഏത് എസൻസ് ആയാലും പ്രശ്നമില്ല. വാനില യൂസ് ചെയ്യണ്ട. വാനില അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ട്രോബെറിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്കൊരു 3/4 കപ്പ് ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച ബിസ്ക്കറ്റാണ്. അപ്പം ഞാൻ ഉപ്പ് രസമുള്ള ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കൈകൊണ്ട് നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്, കടിക്കാൻ കിട്ടും. മിക്സിയിലിട്ടിട്ട് പൊടിക്കാതെ, അല്ലാതെ കൈ വെച്ചിട്ടൊന്ന് ഞരടി എടുത്താൽ തന്നെ അത് പൊടിഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ല തിക്കായിരിക്കും. കുറച്ച് പണി ഉണ്ടാവും, എന്നാലും പ്രശ്നമില്ല. കയ്യിലോ സ്പൂണോ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം കട്ട് ചെയ്തിട്ട് ചേർത്താലും പ്രശ്നമില്ല. ഞാനിപ്പം പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്തൊക്കെ ആകുമ്പോൾ നല്ല ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എൻ്റെ പിസ്ത ഇല്ലാത്തതിനോട് ഞാൻ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം, നമുക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ നേരത്തെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതില്ലേ ടാങ്കിൻ്റെ പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ പിന്നെ അതിൻ്റെ ഫ്ലേവർ ആർക്കും വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി തണുപ്പിച്ചെടുക്കണേ എടുക്കുക. അല്ലാതെ തന്നെ ഇത് ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനിയിപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഡ്രീം കേക്കിനൊക്കെ വെട്ടിച്ച് പോകുന്ന തരത്തിലുള്ള ഈ ഒരു കേക്കാണ് കേട്ടത്. ഇതിപ്പം 2024 ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇറങ്ങുന്നത്. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ആൾ ഇൻ വണ്ടർ കേക്ക് എന്നാണ്. എല്ലാം കൂടി ചേർന്നിട്ടുള്ള കേക്ക് എന്നുള്ള ആ ഒരു ലെവലിലാണ് ഈ ഒരു പേര് വരാനുള്ള കാരണം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വേറെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.